ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പഠനത്തിനു ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വല പ്രകാരം ഒരു വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകും. പദ്ധതിയിലൂടെ 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താൻ സഹായിക്കൂ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. +2, VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി വിജയത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതോ ആയവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. നിബന്ധനകൾ എന്തെല്ലാമെന്ന് നോക്കാം. അപേക്ഷകൻ കേരള സംസ്ഥാന താമസക്കാരനോ താമസക്കാരിയോ ആയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയരുത്. അപേക്ഷകന്റെ പ്രായം 18 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കണം. കേരള സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലകൾ, ഡീംസ് സർവകലാശാലകൾ, UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, സൈന്യം, ബാങ്ക്, റെയിൽവേ, പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വഴി പരിശീലനം നേടുകയോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയോ ചെയ്യുന്നവർ ആയിരിക്കണം. അതുപോലെ മറ്റ് സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹതയില്ല. ഒരു വ്യക്തിക്ക് പരമാവധി 12 മാസം മാത്രം സഹായം ലഭിക്കും. അതുപോലെ അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. സഹായം ബാങ്ക് അക്കൗണ്ട് മുഖേന നേരിട്ട് ലഭിക്കും. പരിശീലന കേന്ദ്രം തെളിയിക്കുന്ന രേഖകളും ആവശ്യമാണ്. അപേക്ഷ വെക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. അപേക്ഷ employment.kerala.gov.in എന്ന പോർട്ടലിൽ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അപേക്ഷകളുടെ പരിശോധന ജില്ലാ തൊഴിൽ എക്സ്ചേഞ്ച് തലത്തിൽ നടക്കും. പദ്ധതിയുടെ സംസ്ഥാനതല നിയന്ത്രണം എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖേന ആയിരിക്കും. അടുത്ത അറിയിപ്പ്. ഗ്യാസ് ഉപഭോക്താക്കൾ ഏജൻസി ഓഫീസിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോൾ ലഭിക്കേണ്ട ഇളവ് ലഭിക്കുന്നില്ലെന്ന് പരാതി. 50%-ലധികം ആളുകളും ഏജൻസി ഓഫീസിൽ നിന്നും നേരിട്ടാണ് സിലിണ്ടർ എടുക്കുന്നവർ. ഏജൻസി ഓഫീസ് അല്ലെങ്കിൽ ഗോഡൌണിൽ നിന്നും നേരിട്ട് സിലിണ്ടർ എടുക്കുന്നവർക്ക് ഗ്യാസ് സിലിണ്ടർ വിലയിൽ 33 രൂപ കിഴിവ് നൽകാൻ എണ്ണ കമ്പനികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മിക്ക ഉപഭോക്താക്കൾക്കും ഈ ആനുകൂല്യത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ഗ്യാസ് ഏജൻസികൾ ഈ കിഴിവ് മിക്ക ഉപഭോക്താക്കൾക്കും നൽകാറുമില്ല. ജില്ലാ ആസ്ഥാനത്ത് നടന്ന ഗ്യാസ് വിതരണ ചാർജ് വർധന ചർച്ച ചെയ്യാൻ കൂടിയ യോഗത്തിൽ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്താൻ എണ്ണ കമ്പനി പ്രതിനിധികൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർ ജില്ലാ ഉപഭോക്തൃ വിജിലൻസ് ഫോറത്തിന് പരാതി നൽകാമെന്ന് സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അംഗം MN മനോഹർ അറിയിച്ചു.